ബുറുദ ചെല്ലാൻ വേണ്ടി വിളിച്ചുകൊണ്ടേ ബുറുദ ചെല്ലണം. അവിടെ പാട്ട് പാടാൻ പാടില്ല. പാട്ടിന് വിളിച്ചാൽ പാട്ട് പാടിക്കോളി. പാട്ടിന് വിളിച്ചാൽ പാട്ട്. രാവിലെ കട്ടൻ ചായ കുടിക്കേണ്ട സ്ഥലത്ത് ബിരിയാണിയും കൊടുക്കരുത്, ബിരിയാണി കൊടുക്കേണ്ട സ്ഥലത്ത് കട്ടൻ ചായയും കൊടുക്കരുത്. ബുറുദ എല്ലാം വിളിച്ചാൽ ബുറുദ എല്ലണം. വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല. അത്രയും ആദരവോടെ ബഹുമാനത്തോടെ ബുറുദ കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാസ്. ജനങ്ങളെല്ലാവരും എഴുന്നേറ്റൊക്കെ പോവുകയും ചെയ്യും. കാരണം അവർ ബുറുദ കേൾക്കാനാണ് വന്നത്. അദബ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് എവിടെയും പാലിക്കണം. അതിലേറ്റവും വലുതാണ് ഈ മൗലിദ്, ബുർദ, കിതാബ്, ഖുർആന്, ഹദീസ്, ഇൽമ്, ആലിമ്, ഉസ്താദ്, ബാപ്പ, ഉമ്മ, പ്രായമുള്ളവർ, ഗുരുനാഥന്മാര്, അവിടെ ഒക്കെ അദബ് പാലിക്കണം. ബുർദന്റെ ഇടക്ക് പാട്ട് പാടാൻ പാടില്ല, ബുർദന്റെ മുമ്പും പാട്ട് പാടാൻ പാടില്ല. ഇനി അഥവാ ഒരുത്തർ പാട്ട് പാടണമെന്ന് വല്ലാതെ മൂട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുർദന്റെ ശേഷം വേണമെങ്കിൽ പാടാം. എല്ലാറ്റും അദബുണ്ട്. തഖ്ദീം വഖദ്ദിമിൽ അഖസ്സ ഫി ഇത്തിസാലി വഖദ്ദിമ മാ ശിത ഫി ഇൻഫിസാലി. അഖസ്സിനെ മുന്തിക്കണം ഇവിടെ. അപ്പൊ എപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, ഖുർആൻ കൊണ്ട് തുടങ്ങുക.